രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കളിച്ച് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വരാമെന്ന മുഖ്യ പരിശീലകൻ രാഹുൽ ദ്രാവിഡിന്റെ നിർദ്ദേശം ഇതുവരെ സ്വീകരിക്കാതെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷൻ രഞ്ജി കളിക്കാൻ സജ്ജമെന്ന് ജാർഖണ്ഡ് ക്രിക്കറ്റ് അസോസിയേഷന് ഇതുവരെ അറിയിച്ചിട്ടില്ല. ഇതോടെ ഇന്ത്യൻ ടീമിൽ ഇഷാന്റെ ഭാവി കൂടുതൽ പ്രശ്നത്തിലാകുകയാണ്. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലെ 2020 പരമ്പരയ്ക്ക് ശേഷമാണ് ഇഷാൻ കിഷൻ മാനസിക തളർച്ച ചൂണ്ടിക്കാട്ടി നാട്ടിലേക്ക് മടങ്ങിയത്. ഇതിനുശേഷം അഫ്ഗാനിസ്ഥാനെതിരായ 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യന്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ ഇഷാൻ കിഷന്റെ പേരുണ്ടായിരുന്നില്ല. ഇഷാൻ സെലക്ഷന് ലഭ്യമായിരുന്നില്ല. വിശ്രമം കഴിഞ്ഞാൽ ഇഷാൻ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ച് ടീമിലേക്ക് തിരികെ എത്തും എന്നും ഇന്ത്യ അഫ്ഗാൻ T20 പരമ്പരയ്ക്ക് മുമ്പായി ഇന്ത്യൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ രഞ്ജി ട്രോഫി സീസണിലെ രണ്ടാം മത്സരത്തിൽ കളിക്കാൻ ഇഷാൻ ഇതുവരെ ജാർഖണ്ഡ് ക്രിക്കറ്റ് അസോസിയേഷനെ സമീപിച്ചിട്ടില്ല എന്ന വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്. ഇഷാൻ കിഷൻ ഇതുവരെ ഞങ്ങളെ സമീപിക്കുകയോ കളിക്കാൻ സജ്ജമാണ് എന്ന് അറിയിക്കുകയോ ചെയ്തിട്ടില്ല. കളിക്കാൻ എപ്പോഴാണോ തയ്യാറാവുക അപ്പോൾ ഇഷാന് നേരിട്ട് പ്ലേയിങ് 11-ൽ എത്താം എന്നും ജാർഖണ്ഡ് ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ദേബാശിഷ് ചക്രബർത്തി വാർത്താ ഏജൻസിയോട് പറഞ്ഞു. 25-കാരനായ ഇഷാൻ കിഷൻ 2 ടെസ്റ്റിൽ 78 റൺസും 27 ഏകദിനത്തിൽ 933 റൺസും 32 2020-ൽ 796 റൺസും ഇന്ത്യക്കായി നേടിയിട്ടുണ്ട്. ഇഷാന്റെ പകരക്കാരനായി സഞ്ജു സാംസണ് കൂടുതൽ അവസരം സെലക്ടർമാർ നൽകിയേക്കും. മറ്റൊന്ന്, ന്യൂസിലാൻഡിനെതിരായ 1-ാം T20-ൽ പാകിസ്ഥാൻ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. പാകിസ്ഥാന്റെ തോൽവി നാണക്കേടുണ്ടാക്കുന്നതാണെങ്കിലും അതിലും വലിയ ചർച്ചയായിരിക്കുന്നത് ബാബർ അസം പാഴാക്കിയ ക്യാച്ചാണ്. അബ്ബാസ് അഫ്രീദിയുടെ പന്തിൽ മിഡോണിൽ കെയ്ൻ വില്യംസണിന്റെ ക്യാച്ച് ബാബറിന് ലഭിച്ചു. അനായാസം കൈക്കലാക്കാമായിരുന്ന ക്യാച്ചായിരുന്നു ഇത്. എന്നാൽ ബാബറിന് ഇത് പിടിച്ചെടുക്കാനായില്ല. നായകൻ ഷഹീൻ ഷാ അഫ്രീദി നോക്കി നിൽക്കവെയാണ് ബാബർ ക്യാച്ച് വിട്ടത്. 42 പന്തിൽ 9 ബൗണ്ടറി ഉൾപ്പെടെ 57 റൺസാണ് വില്യംസൺ നേടിയത്. അനായാസ ക്യാച്ച് വിട്ട ബാബറിനെതിരെ രൂക്ഷ വിമർശനവും പരിഹാസവുമാണ് ഉയരുന്നത്. എന്നാൽ മത്സരത്തിൽ ബാബർ അസം അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു.